ഒരു മനുഷ്യൻ തന്റെ വീടിന് പിന്നിൽ നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടിക്കുള്ളിൽ അതിക്രൂരമായ ഒരു പീഡനമുറി നിർമ്മിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി നൽകിയ വിവരങ്ങൾ കേട്ട് പോലീസ് റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടെത്തിയത് കേട്ടാൽ നിങ്ങളുടെ ഉറക്കം പോകും. വരൂ നമുക്ക് നോക്കാം. വെൽക്കം ടു സീക്കോ ഒഫീഷ്യൽ ഷോ ഡെയിലി പഞ്ച്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലാണ് ഈ കഥ നടക്കുന്നത്. ഡേവിഡ് പാർക്കർ റേ എന്ന 50-കാരൻ നാട്ടുകാർക്കൊക്കെ വലിയൊരു പാവമായിരുന്നു. എന്നാൽ അയാൾക്ക് മറ്റാരും അറിയാത്ത ഒരു വിചിത്ര ഭ്രാന്തുണ്ടായിരുന്നു. അയാൾ ഒരു വലിയ ട്രെയിലർ വാങ്ങി അതിനെ പൂർണ്ണമായും സൗണ്ട് പ്രൂഫ് ആക്കി മാറ്റി. അതിനകത്ത് സർജറി ടേബിളുകൾ, മാരകമായ ആയുധങ്ങൾ, ഇലക്ട്രിക് ഷോക്ക് നൽകാനുള്ള ഉപകരണങ്ങൾ എന്നിവയെല്ലാം അയാൾ സെറ്റ് ചെയ്തു. ഇതിനെയാണ് അയാൾ സ്വന്തമായി ദ ടോയ് ബോക്സ് എന്ന് വിളിച്ചിരുന്നത്. എന്തായിരുന്നു അയാളുടെ രീതി? വഴിയിലൂടെ പോകുന്ന പാവപ്പെട്ട സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇയാൾ തട്ടിക്കൊണ്ടുവന്ന് ഈ ടോയ് ബോക്സിനുള്ളിൽ അടയ്ക്കും. ദിവസങ്ങളോളം അവരെ അതിക്രൂരമായി പീഡിപ്പിക്കും. ഇവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നോ? പീഡനത്തിന് ശേഷം ഇയാൾ ആ സ്ത്രീകൾക്ക് കടുത്ത മയക്കുമരുന്നുകളും കെമിക്കലുകളും കുത്തിവെക്കും. ഇത് കാരണം അവർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ തങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന ഓർമ്മ പൂർണ്ണമായി നഷ്ടപ്പെടും. അതിനുശേഷം ഇയാൾ ഇവരെ ദൂരെയുള്ള ഏതെങ്കിലും റോഡുകളിൽ കൊണ്ടുപോയി തള്ളും. ഇരകൾക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് തന്നെ വർഷങ്ങളായി പോലീസിന് ഇയാളെക്കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് ആളുകളെ മയക്കിക്കിടത്തി വസ്തുവകകൾ മോഷ്ടിക്കുന്ന ആൾമാറാട്ടക്കാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അതിനേക്കാൾ എത്രയോ മാരകമായ ക്രൂരതയാണ് ഇത്. 16-ലധികം ആളുകളെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് പോലീസ് കണക്കുകൾ പറയുന്നത്. ഇയാൾ പിടിക്കപ്പെടുന്നത് 1999-ൽ അവിടെ നിന്നും ഒരു പെൺകുട്ടി അതിസാഹസികമായി നഗ്നയെ ഓടി രക്ഷപ്പെട്ട് പോലീസിൽ വിവരം അറിയിച്ചപ്പോഴാണ്. പോലീസ് റെയ്ഡിൽ ടോയ് ബോക്സ് കണ്ടെത്തിയതിനൊപ്പം അവർ ഞെട്ടിയത് മറ്റൊരു കാര്യം കണ്ടാണ്. അവിടെ ഒരു ഓഡിയോ കാസറ്റ് പ്ലെയർ ഉണ്ടായിരുന്നു. ഇയാൾ തട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികൾ ബോധം വീണ് ഉണരുമ്പോൾ പ്ലേ ചെയ്യാൻ വേണ്ടി ഇയാൾ സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത ഒരു ഓഡിയോ ടേപ്പ് ആയിരുന്നു അത്. നീണ്ട 45 മിനിറ്റുള്ള ആ ടേപ്പിൽ താൻ ആരാണെന്നും ഇനി ഈ മുറിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ക്രൂരതകളാണ് അനുഭവിക്കേണ്ടി വരിക എന്നും ഇയാൾ വളരെ ശാന്തമായി വിവരിക്കുന്നുണ്ടായിരുന്നു. ഈ ഓഡിയോ കേൾക്കുന്ന ഇരകളുടെ മാനസിക നില തകരുമെന്ന ബോധ്യമുള്ളതുകൊണ്ട് അമേരിക്കൻ കോടതി ഇത് പൊതുജനങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചു. കോടതിയിൽ കേസ് വന്നപ്പോൾ ഡേവിഡ് പാർക്കർ റേയുടെ ക്രൂരതകൾക്ക് അയാളുടെ സ്വന്തം മകളായ ഗ്ലെൻഡ ജീൻ റേയും ഗേൾഫ്രണ്ടായ സിൻഡി ഹെൻഡിയും കൂട്ടുനിന്നതായി തെളിഞ്ഞു. കോടതി ഇയാൾക്ക് 224 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചത്. എന്നാൽ ജയിലിൽ വെറും 1 വർഷത്തിന് ശേഷം 2002-ൽ ഒരു ഹൃദയാഘാതം വന്ന് അയാൾ മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ അയാൾ കൃത്യമായി എത്ര പേരെ കൊന്നു എന്ന രഹസ്യം ഇന്നും ആ ടോയ് ബോക്സിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നു. ചുരുക്കത്തിൽ, പുറമെ പാവങ്ങളെ അഭിനയിച്ച് ഉള്ളിൽ ഭീകര മനസ്സുമായി നടക്കുന്ന മനുഷ്യർ നമുക്കിടയിലും ഉണ്ടാകാം എന്നതിന്റെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന തെളിവാണ് ടോയ് ബോക്സ് കില്ലർ. അപ്പോൾ ചോദ്യം ഇതാണ്: മനുഷ്യ മനസ്സിന് ഇത്രത്തോളം ക്രൂരമാകാൻ കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒറ്റ വാക്കിൽ കമന്റ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മറ്റൊരു ഡെയിലി പഞ്ചുമായി.